നമസ്കാരം. പശുവും ചത്തു മോറിലെ പുളിയും പോയി എന്ന് പറഞ്ഞ കണക്ക് പഴയൊരു പഴമൊഴിയാണ്. പശുവും ചത്തു മോറിലെ പുളിയും പോയി, പിന്നെ എന്തിനു നമ്മൾ അതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കണേന്നൊക്കെ പഴമക്കാർ ചോദിക്കും എന്ന് പറഞ്ഞ കണക്ക് ചിലർ ചിലതൊക്കെ ആയ കാലത്ത് മറച്ചു വയ്ക്കും. എന്നിട്ട് ഒന്നിനും കൊള്ളാതാവുമ്പോൾ വച്ച് കാച്ചും. ശരിക്കും തെറ്റായൊരു പ്രവണതയാണ് ഇത് എന്ന് ഈ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം പണ്ട് ഞാൻ അങ്ങനെ ആയിരുന്നു, ഇങ്ങനെ ആയിരുന്നു, അവൻ അങ്ങനെ ആയിരുന്നു, അവൾ ഇങ്ങനെ ആയിരുന്നു എന്നൊക്കെ കുഴിയിലോട്ട് കാല് നീട്ടിയിരിക്കുന്ന ആളുകൾ പറയുന്നത് പോലെ, അല്ലെങ്കിൽ ചില തിണ്ണനിറങ്ങി കിളവന്മാർ പറയുന്നത് പോലെ തെറ്റായ സമയത്താണ് ഇത്തരം വർത്തമാനം എന്ന് ഞാൻ പറയും. ഒരു 25 വർഷം മുമ്പ് മറ്റവൻ എന്നെ പീഡിപ്പിച്ചു എന്ന് ചില മാന്യരായ കുലസ്ത്രീകൾ വിളിച്ചു കൂവുന്നതിനേക്കാൾ മോശമാണ് ഈ തുറന്നു പറയൽ എന്ന് ഞാൻ പറയും. അത്തരം ഒരു ഐറ്റംസാണ് നമ്മുടെ നടൻ റഹ്മാൻ്റെ പുതിയ വെളിപ്പെടുത്തൽ. 16 വയസ്സുള്ളപ്പോഴാണ് റഹ്മാനെ തേടി ഒരു സിനിമ അവസരം വരുന്നത്. അതും സാക്ഷാൽ പി പത്മരാജൻ്റെ കയ്യിൽ നിന്ന്. റഷീൻ റഹ്മാൻ എന്നായിരുന്നു യഥാർത്ഥ പേര് റഹ്മാൻ്റെ. റഷീൻ 6 അടി 2 ഇഞ്ചുള്ള പയ്യനെ പത്മരാജന് ഇഷ്ടമായി. മലപ്പുറം സ്വദേശിയാണ്. KM അബ്ദുൾ റഹ്മാൻ്റെയും സാവിത്രി നായരുടെയും മകൻ. ഊട്ടിയിൽ റെക്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുമ്പോൾ, ഈ സ്കൂള് ജോസ് പ്രകാശിൻ്റെ മകളുടെ അല്ലെങ്കിൽ ജോസ് പ്രകാശിൻ്റെ മരുമകൻ്റെ സ്കൂളാണ്. ഈ കൂടെവിടെ എന്ന് പറഞ്ഞ സിനിമ നിർമ്മിച്ചത് ജോസ് പ്രകാശിൻ്റെ അനുജൻ പ്രേംപ്രകാശുമാണല്ലോ. അല്ലെങ്കിൽ ആ സ്കൂളിൽ നിന്നൊന്നും അങ്ങനെ ഒരു കുട്ടിയെ തരികയോ ആ സ്കൂൾ ഷൂട്ട് ചെയ്യാനോ കിട്ടില്ല. ജോസ് പ്രകാശിൻ്റെ അനുജൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പടമായതുകൊണ്ട് മാത്രമാണ് അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റിയത്. മകൻ ഇത്തരം ഒരു ഓഫർ വന്നപ്പോൾ സ്വാഭാവികമായും രക്ഷകർത്താക്കൾ സമ്മതിക്കും. അഭിനയ പ്രതിഭകളായ മമ്മൂട്ടിയോടും സുഹാസിനിയോടും ഒപ്പമുള്ള പ്രകടനം. പയ്യൻ കലക്കി. സിനിമ വമ്പൻ വിജയമായി. രവി പുത്തുവരാൻ എന്ന വേഷം റഹ്മാൻ ഉജ്ജ്വലമാക്കി. ക്യാപ്റ്റൻ തോമസിൻ്റെ ജീവിതം കോഞ്ഞാട്ടാക്കിയ പയ്യനെ പ്രേക്ഷകർക്കും നന്നായി ഇഷ്ടപ്പെട്ടു. പിന്നെ റഹ്മാൻ്റെ ഒരു തേരോട്ടമായിരുന്നു എന്ന് പറയാം. IV ശശിക്കായി പത്മരാജൻ എഴുതിയ കാണാമറയത്ത്, ഭരതൻ്റെ ചിലമ്പ് എന്നല്ല, അന്നത്തെ താരമൂല്യമുള്ള സംവിധായകരുടെയൊക്കെ ചിത്രങ്ങളിൽ നിറയെ അവസരങ്ങൾ റഹ്മാന് കിട്ടി. റഹ്മാൻ ഒരു താരമായി, വളരെ പ്രായം കുറഞ്ഞ ഒരു താരമായി ഉദിച്ചുയർന്നു. അക്കാലത്ത് രോഹിണിയായിരുന്നു റഹ്മാൻ്റെ ലക്കി ഹീറോയിൻ. പിന്നെ ശോഭനി. 16 തുടങ്ങിയ പയ്യനാവുമ്പോൾ, കൂടെ എർത്തുകൾ മാത്രമാവുമ്പോൾ, രക്ഷകർത്താക്കൾ ആരും കൂടെ വരാറില്ലല്ലോ, കാണാൻ സുന്ദരനാകുമ്പോൾ ഇരകൾ കൊത്തുക സ്വാഭാവികം. രോഹിണിയുടെയും ശോഭനയുടെയും ഒക്കെ പേര് ചേർത്ത് വെച്ച് റഹ്മാൻ്റെ കണക്കിൽ ഒരുപാട് കഥകളൊക്കെ അന്നത്തെ കാലത്ത് സിനിമാ വാരികളിൽ വന്നിരുന്നു. പയ്യനായതിനാൽ റഹ്മാൻ അതിനൊന്നും ബലം കൊടുത്തില്ല. കെട്ടിയവൻ്റെയും കെട്ടാത്തവൻ്റെയും ഒക്കെ പേരിൽ രോഹിണി ചേർത്ത് പല കഥകളും അക്കാലത്ത് വന്നു പോയിട്ടുണ്ട്. അതിലൊന്നാണ് റഹ്മാനെക്കുറിച്ചും എന്ന് വായനക്കാർ കരുതിയുള്ളൂ. ഇപ്പോൾ റഹ്മാൻ പറയുന്നു, എൻ്റെ ആദ്യ പ്രണയം അമലയോടായിരുന്നു. കണ്ണേ കനിയമുദേ എന്ന സിനിമയിലായിരുന്നു അമലയോടൊപ്പം റഹ്മാൻ ആദ്യമായിട്ട് അഭിനയിച്ചത്. എവിടെ വെച്ചോ അമല റഹ്മാനേക്കാൾ പ്രശസ്തിയിൽ പോയപ്പോൾ പതുക്കെ റഹ്മാനെ അങ്ങ് വിട്ടു. നാഗാർജുനെ, തെലുങ്കിലെ വലിയ നടനാണല്ലോ, നാഗാർജുനെ വിവാഹം കഴിച്ചു. ഒരു വർഷം കഴിഞ്ഞ് നമ്മുടെ ഇന്ത്യൻ സിനിമ കണ്ട ഏറ്റവും മൂല്യമുള്ള AR റഹ്മാൻ്റെ ഭാര്യയുടെ സഹോദരി മെഹർ നസയെ റഹ്മാൻ വിവാഹം കഴിച്ചു. നല്ല വലിയ 2 പെൺകുട്ടികളുമായി. അമലയ്ക്കും മക്കളൊക്കെ. ഇനി ആ കഥ പറയണോ എന്ന് റഹ്മാൻ ആലോചിക്കണമായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ റഹ്മാൻ ഇപ്പോൾ ഏതോ ഒരു യൂട്യൂബർക്ക് അഭിമുഖം കൊടുത്തതിൽ അമലയും ഞാനും കൂടെ ഭയങ്കര പ്രേമമായിരുന്നു. അമല എന്നേക്കാൾ വളർന്നപ്പോൾ, അല്ലെങ്കിൽ ഒരു നല്ലൊരു പുളിങ്കം വീട്ടിയപ്പോൾ എന്നെ തലകളഞ്ഞിട്ട് നാഗാർജുനെ കെട്ടിക്കളഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഇനി പറയണോ? കാരണം പെൺകുട്ടികൾ എന്നെ കെട്ടുപ്രായം ആവാറായി അയാളുടെ. ആ സമയത്തിരുന്നുകൊണ്ട് പഴയകാലം അയവിറക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇവിടെ വേണമെങ്കിൽ രസകരമായ ഒരു കൊച്ചു കഥ വേണമെങ്കിൽ പറഞ്ഞുതരാം. സുമലത പാർലമെൻറ്റ് മെമ്പറായിരുന്നല്ലോ. അപ്പോൾ അവർ പാർലമെൻറ്റിൽ മെമ്പറായിരിക്കുന്ന സമയത്ത് സുരേഷ് കുറുപ്പും അവിടെ MP ആണ്. അപ്പോൾ സുരേഷ് കുറുപ്പ് സിനിമയിലൊക്കെ ഇവരെ കണ്ടിട്ടുണ്ട്. അവർക്ക് ഡെന്നിസ് ജോസഫുമായിട്ട് മാനസികമായ അടുപ്പം ഉണ്ടായിരുന്നു എന്നും അവർ തമ്മിൽ കല്യാണം കഴിക്കാൻ എന്തൊക്കെയോ
ധാരണകൾ ഉണ്ടായിരുന്നു എന്നൊക്കെ ഉള്ളത് സുരേഷ് കുറുപ്പിനെ അറിയാം. കാരണം രണ്ടുപേരും ഒരു സ്ഥലത്ത് ഉള്ളവരല്ലേ. പാർലമെൻറ്റിലൂടെ നടന്നു പോകുമ്പോൾ, സെൻട്രൽ ഹാളിലൂടെ നടന്നു പോകുമ്പോൾ ഒരു ദിവസം സുരേഷ് കുറുപ്പിൻ്റെ അടുത്തുകൂടെ സുമലത നടന്നുപോയി. അപ്പോൾ സുമലതയെ സുരേഷ് കുറുപ്പ് പരിചയപ്പെട്ടു. കാര്യങ്ങളിങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ സുരേഷ് കുറുപ്പ് പറഞ്ഞു, ഞാനേ ഡെന്നിസ് ജോസഫിൻ്റെ സുഹൃത്താ, അതായത് നിങ്ങളുടെ പഴയ കാമുകൻ്റെ സുഹൃത്താ എന്ന് പറഞ്ഞു. പെട്ടെന്ന് സുമലതയുടെ മുഖം വിളറിപ്പോയി. കാരണം അവരുടെ സുരേഷ് കുറുപ്പ് ഇടതുവശത്ത്, നടുക്കവരും, അപ്പുറത്തൂടെ അവരുടെ ഭർത്താവായ അംബരീഷൻ പോവായിരുന്നു. അംബരീഷൻ ഇവരുടെ ഭർത്താവാണെന്നൊന്നും സുരേഷ് കുറുപ്പിന് അറിയില്ല. വച്ചങ്ങ് കാച്ചി, ഞാനേ ഡെന്നിസ് ജോസഫിൻ്റെ സുഹൃത്താ എന്ന് പറഞ്ഞു, അതായത് നിങ്ങളുടെ പഴയ കാമുകൻ്റെ സുഹൃത്താ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് സുമലത ചമ്മിപ്പോയത്, വിളറിപ്പോയി. അംബരീഷൻ കേൾക്കയില്ലേ, അത് ശരി, നിനക്ക് എന്നെ കെട്ടു മുമ്പ് നിനക്ക് വേറെ കാമുകം ഉണ്ടായിരുന്നില്ലേ എന്നൊക്കെ മനസ്സിലാക്കില്ല. ഒന്നാമത് അദ്ദേഹത്തിന് ഗാനത്തിലൊക്കെ നായകനായല്ലേ, അദ്ദേഹത്തിന് മലയാളം കുറച്ചൊക്കെ അറിയാം. ഈ കഥ എന്നോട് ഡെന്നിസ് ജോസഫാണ് പറഞ്ഞത്. ഡെന്നിസ് പറഞ്ഞിട്ട് ഒരു ഒറ്റ പൊട്ടി ചിരിയാണ്, ഡെന്നിസിൻ്റെ മനോഹരമായ ചിരിയാണ്. ഞാൻ ചോദിച്ചു, അല്ല അങ്ങനെ ആ വിഷയം അറിഞ്ഞപ്പോൾ നിങ്ങൾക്ക് പ്രയാസം തോന്നില്ല? എന്ത് പ്രയാസം തന്നെ ചോദിച്ചാൽ, അതൊക്കെ അപ്പോൾ നമ്മൾ വിട്ടില്ലേ എന്ന് പറഞ്ഞു. ഇങ്ങനൊരു കഥ വേണമെങ്കിൽ റഹ്മാൻ്റെ കഥ പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നതാണ്. അടുത്ത കഥ ഷാരൂഖ് ഖാനെ പറ്റി. നമ്മുടെ വർത്തമാനകാല ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും കാശ് വാങ്ങുന്ന ഷാരൂഖ് ഖാനെ പറ്റി 2 കാര്യങ്ങളും പിന്നെ ഒരു വിശദീകരണവുമാണ് ഇനി പറയാനുള്ളത്. 12,400 കോടി രൂപയുടെ ആസ്തി ഷാരൂഖ് ഖാനുണ്ടത്രേ. ഇപ്പോൾ 12,400 കോടി. ബാങ്ക് പലിശ മാത്രം 870 കോടി രൂപ കിട്ടുമെന്ന് വർഷത്തിൽ. ആലോചിച്ച് നോക്കി. ആ പലിശയൊന്നും വേണ്ട, പലിശയുടെ ഒരു 10% ഇങ്ങ് തന്നിരുന്നെങ്കിൽ നമ്മളിതൊക്കെ നിർത്തി സ്വസ്ഥമായിട്ട് വീട്ടിൽ എഴുതിയും വായിച്ചൊക്കെ ഇരുന്നത്. അതിനെന്താ, അയാൾ കഷ്ടപ്പെട്ടല്ലേ അതൊക്കെ ഉണ്ടാക്കുന്നത് എന്നാവും ഇത് കാണുന്ന നിങ്ങളുടെയൊക്കെ മനസ്സിൽ. എന്നിട്ടും അയാൾക്ക് പൈസ കിട്ടിയത് പോരാ. 12,400 കോടി പോരാ എന്നുള്ളതുകൊണ്ടായിരിക്കണം 20 കോടി രൂപ വാങ്ങിയിട്ട് ഒരു പാൻ മസാല പരസ്യത്തിൽ അയാൾ അഭിനയിക്കുന്നു. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഒരു പാൻ പരാഗിൻ്റെ പരസ്യത്തിൽ 20 കോടി വാങ്ങിയിട്ട് അഭിനയിക്കുന്നത് എന്ന ചോദ്യം ഉയരുന്നുണ്ട് ഇപ്പോൾ. ഇതിനൊപ്പം എന്നോടൊരു ചോദ്യം കൂടി ഇത് അയച്ചു തന്ന ആൾ എന്നോട് പറഞ്ഞു, താങ്കൾ 2 എപ്പിസോഡ് മുമ്പേ രജനീകാന്തിനെ 20 കോടി രൂപ വച്ച് നീട്ടിയിട്ട് ഒരു നല്ലെണ്ണ കമ്പനിക്കാർ പരസ്യത്തിൽ 30 സെക്കൻഡ് അഭിനയിക്കാൻ പറഞ്ഞിട്ട് അദ്ദേഹം ചെയ്തില്ല എന്ന് താങ്കൾ പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞു, മറ്റൊരാളെ താങ്കൾ മറന്നതാണോ അതോ താങ്കളുടെ ഓർമ്മയിലില്ലാത്തതുകൊണ്ടാണോ? നമ്മുടെ തല അജിത്തില്ലേ, അതെ, ഒരു പരസ്യത്തിലും തല അജിത്ത് അഭിനയിക്കുകയില്ല. എത്ര കോടി വേണമെങ്കിൽ അയാൾക്ക് ഉണ്ടാക്കാമായിരുന്നു പരസ്യത്തിൽ അഭിനയിച്ചെങ്കിൽ, പക്ഷെ ചെയ്യില്ല. അതുപോലെ തമിഴ് സിനിമയിൽ ഫാൻസ് അസോസിയേഷൻ ഇല്ലാത്ത ഏക നടനാണ് തല അജിത്ത്. ആലോചിച്ച് നോക്കി. ഫാൻസ് അസോസിയേഷൻ മദ്രാസിൽ എന്ന് പറഞ്ഞാൽ ഒരു കൊച്ചു പടത്തിൽ അഭിനയിച്ചാൽ തന്നെ ഫാൻസ് അസോസിയേഷൻ ഉണ്ടാവും. തല അജിത്തിനില്ല. കാർ റേസിംഗ് കൂടെ എന്ന ആ വട്ടുകൂടി ഇല്ലായിരുന്നെങ്കിൽ എവിടെ എത്തിയനെ ഈ നടൻ എന്നുകൂടി നമുക്കിപ്പോൾ ചിന്തിക്കാം. കാരണം അയാൾക്ക് സിനിമയെക്കാളും കാർ റേസിങ്ങിനോടാണല്ലോ കമ്പം. 12,400 കോടിയുള്ള ഷാരൂഖ് ഖാനെ പോലെ നിരവധി രൂപസാദൃശ്യങ്ങളുള്ള ആളുകൾ ഇന്ത്യയിലുണ്ട്. അത് ഒരേപോലെ 7 പേരുണ്ടാവും എന്നൊക്കെയാണല്ലോ പണ്ട് പറയുന്നത്. അതിൽ ആ രൂപസാദൃശ്യമുള്ളവരിൽ പ്രശസ്തനും ധനവാനുമാണ് ഇബ്രാഹിം ഖാദ്രി. 24 ലക്ഷം ഫോളോവേഴ്സുള്ള ഈ ഡ്യൂപ്ലിക്കേറ്റ് ഷാരൂഖ് ഖാൻ്റെ കഥ അതിശയകരമാണ്. രൂപസാദൃശ്യം മാത്രമുള്ള ഖാദ്രി ക്ഷണിക്കുന്ന പ്രോഗ്രാമുകൾക്ക് ചെല്ലാൻ 5 ലക്ഷമൊക്കെയാണ് തൻ്റെ റേറ്റ് എന്ന് പറഞ്ഞ് എണ്ണി വാങ്ങുന്നത്. കൃത്യമായിട്ട് 5 ലക്ഷം കൊടുത്താലേ ചെല്ലുള്ളൂ. അയാൾ പറയുന്ന എമൗണ്ട് കൊടുത്താൽ ചെല്ലും. ഖാദ്രി പറയുന്ന തുക സമ്മതിച്ചില്ലെങ്കിൽ ആ പ്രോഗ്രാം ഖാദ്രി വിടുമ്പോൾ മറ്റ് അവരന്മാരെ തേടി ചെല്ലും. കുറഞ്ഞ പ്രതിഫലത്തിന് അവരത് ഏറ്റെടുക്കും. പക്ഷേ ഖാദ്രി പോവില്ല. ഖാദ്രി ചെയ്യണമെങ്കിൽ 5 ലക്ഷം രൂപ ഏറ്റവും ചുരുങ്ങിയത് കൊടുക്കണം. ഷാരൂഖ് ഖാനുമായി അടുത്ത സാമ്യമുള്ളതിനാൽ ഷോപ്പിങ്ങിനൊക്കെ ചെല്ലുമ്പോൾ ഇരട്ടി വിലയൊക്കെ ഈടാക്കുന്നു. അങ്ങനെയുള്ളൊരവസ്ഥയാണ് ഇപ്പോൾ എന്നാണ് ഖാദ്രിയുടെ പരിഭവം. നമുക്കറിയാമല്ലോ, ഇവിടെയും മോഹൻലാലിൻ്റെയും ജയൻ്റെയും സുരേഷ് ഗോപിയുടെയും ഒക്കെ ഡൂപ്പുകളുണ്ടായിരുന്നു.
പക്ഷേ ക്യാ ഫൽ ഹേ എന്നേ നമുക്ക് ചോദിക്കാൻ പറ്റൂ. കാരണം ഒരുത്തനും ക്ലച്ച് പിടിച്ചില്ല എന്നുള്ളതാണ്. ഈ അടുത്ത കാലത്ത് രജനീകാന്തിൻ്റെ ഒരു ഡൂപ്പ് എറണാകുളത്ത് തന്നെ ഉണ്ടായി. നാദിർ ഷാ പരിചയപ്പെടുത്തുകയൊക്കെ ചെയ്തു. പക്ഷേ എങ്ങും എത്തിയില്ല. അവിടെ തീർന്ന് ആ പരിചയപ്പെടുത്തലോടുകൂടി അത് തീർന്നു. പക്ഷേ ഈ പറയുന്ന ഖാദ്രി 5 ലക്ഷം രൂപയൊക്കെയാണെന്ന് ഒരു ഫംഗ്ഷന് വാങ്ങണേ. അടുത്ത് പറയുന്നത് സത്യത്തിൽ എൻ്റെ മനസ്സിൻ്റെ വേദന കൂടി ചേർത്താണ്. എന്തൊക്കെ ന്യൂനതകൾ പറഞ്ഞാലും അനാരോഗ്യം കാരണമുള്ള ശ്രീനിവാസൻ്റെ പിന്മാറ്റം മലയാള സിനിമയ്ക്ക് നൽകിയ പ്രഹരം വലുതാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ പ്രകാശനാണല്ലോ ശ്രീനിവാസൻ എഴുതിയ അവസാനം വന്ന സിനിമ. ഫഹദ് ഫാസിലിനെ കൊണ്ട് മലയാളികളുടെ എന്തൊക്കെ മാനരസങ്ങളാണ് ഈ ചിത്രത്തിൽ നമുക്ക് കാണിച്ചു തന്നത്. ഞാൻ പ്രകാശം വന്ന ശേഷം ഞാനൊരു 100 കല്യാണങ്ങൾക്കോ പാർട്ടികൾക്കോ പോയിട്ടുണ്ട്. അവിടെയൊക്കെ ഞാൻ പ്രകാശന്മാരെ തിരയാറുണ്ട്, കാണാറുണ്ട്. കല്യാണ പന്തലിലൊക്കെ ഇടിച്ചു കയറുന്ന എന്ത് രസമായിട്ട് അയാൾ ചെയ്തിരിക്കുന്നത്. അയാൾ ജീവിതത്തിൽ ഒരു കല്യാണത്തിനും അങ്ങനെ പോയി ഇടിച്ചു കയറി കാണില്ല. പക്ഷെ അയാൾ ആ സിനിമയിൽ പ്രകാശനായിട്ട് ചെയ്തിരിക്കുന്ന കണ്ടാൽ, പോളണ്ടിനെ കുറിച്ച് പറയരുതെന്ന ഡയലോഗ് തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ ഞാനൊന്ന് ചൂളിപ്പോയിട്ടുണ്ട്. സത്യമായിട്ട് ഞാൻ ഒന്ന് ചമ്മി. നമുക്കിപ്പോൾ ജി സുധാകര സഖാവും സജി ചെറിയാനും ഗോവിന്ദൻ മാഷുമൊക്കെ പല ഡയലോഗുകളും കാച്ചുമ്പോൾ പോളണ്ടിനെ കുറിച്ച് ഞാൻ ഓർക്കാറുണ്ട്. നമ്മുടെ ഇടയിൽ വിവരവും വിദ്യാഭ്യാസവും ഉള്ള ഒരുത്തനുമില്ലേ എന്ന് KG പൊതുവാളായ മാമുക്കോയെ ചോദിക്കുമ്പോഴും നാരിയൽ പാനി വേണമെന്ന് യശ്വന്ത് സിംഗ് ചോദിക്കുന്നത് കാണുമ്പോഴും പരിസരം മറന്ന് ഞാൻ പൊട്ടിച്ചിരിച്ചിട്ടുമുണ്ട്. യശ്വന്ത് സഹായി എത്ര സന്ദർഭങ്ങൾ, ഡയലോഗുകൾ പ്രിയപ്പെട്ട ഷീനിച്ചേട്ടൻ നമുക്ക് തന്നു. 7 വർഷം കഴിയുന്നു ശ്രീനിവാസൻ പേനയെടുത്തിട്ട്. വലിയ നഷ്ടമായിപ്പോയി ഷീനിച്ചേട്ടാ നിങ്ങൾ മലയാള സിനിമയോട് ചെയ്തത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. മലയാളിക്ക് മാത്രമായി സിനിമ ഉണ്ടാക്കിയ, എഴുതിയ ആളാണ് ശ്രീനിവാസൻ. സന്ദേശം എടുത്ത് മദ്രാസിൽ കൊണ്ട് തമിഴ് സിനിമ ചെയ്യാൻ പറ്റുമോ? തെലുങ്ക് സിനിമ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ഗാന്ധിനഗർ സെക്രട്ടേറിയറ്റ് എടുത്ത് ഏത് നായകൻ ചെയ്ത് വിജയിപ്പിക്കും? നടക്കില്ല. OTTയും സാറ്റലൈറ്റും റീമേക്കും ഒന്നും ചിന്തിക്കാതെ മലയാള സിനിമ എഴുതിയുണ്ടാക്കിയ മഹാനാണ് ഷീനിച്ചേട്ടൻ എന്ന് പറയാനാണ് എനിക്ക് താല്പര്യം. മറ്റ് പലതിലും ഷീനിച്ചേട്ടൻ്റെ ചിന്തകളും കാഴ്ചപ്പാടുകളും പാളിപ്പോയെങ്കിലും വിഷലിപ്തമായ ആഹാര സാധനങ്ങൾക്കെതിരെ ഒറ്റയാൾ പോരാട്ടം തുടങ്ങി ഒരു ഗ്രാമത്തെ ആകെ തന്നോടൊപ്പം കൂട്ടാനായ കർഷകനാണ് ശ്രീനിവാസൻ. ഇപ്പോൾ മകൻ ധ്യാനും ആ വഴിയെ നീങ്ങി നോക്കുന്നു. വിജയിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. ധ്യാനെങ്കിലും തോന്നിയില്ല അച്ഛനെ പോലെ ആ വഴിയെ പോകണമെന്ന്. എറണാകുളത്ത് കണ്ടനാട്ടെ തരിശുഭൂമിയിൽ 100 മേനി വിജയം കൊയ്തു കാണിച്ച കർഷകനായിരുന്നു ശ്രീനിവാസൻ. ഞാനവിടെ പോയിട്ടുണ്ട്. ബെൻസ് കാറും ബ്രഹ്മാണ്ഡമായ വീടും ഒക്കെ ആണെങ്കിലും ചുറ്റിനും വേണ്ടതൊക്കെ രാസവളം ഇടാതെ വിഷമടിക്കാതെ ഉണ്ടാക്കി കാണിച്ചു തന്ന ആളുമാണ് ശ്രീനിവാസൻ. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ചുറ്റും പച്ചക്കറി നട്ടു വളർത്തിയിരിക്കുന്നവരും കാണാം. കേരള ദർശനവേദി എന്ന സംഘടന ശ്രീനിവാസൻ്റെ കാർഷിക മാതൃകയ്ക്ക് ആദരവ് നൽകുന്നത് കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ്, മാതൃഭൂമി ചാനലിലാണ് അത് കാണിച്ചത്, ശ്രീനിവാസനെ പറ്റി ആലോചിച്ചു പോയത്. ഒരു പറ നെല്ലും നൽകി കസവ് നേരിയത് ഷീനിച്ചേട്ടനും ഭാര്യയ്ക്കും പുതച്ചുമാണ് ദർശനവേദി ആദരിച്ചത്. ഈ അനാരോഗ്യാവസ്ഥയിലും യുദ്ധവുമായി ബന്ധപ്പെട്ട ഇസ്രായേലിനോട് അഭിപ്രായ ഭിന്നത തനിക്കുണ്ടെങ്കിലും ഇസ്രായേലിൻ്റെ കാർഷിക മാതൃക മികച്ചതാണ് എന്ന് പറയാൻ ശ്രീനിവാസൻ മടിച്ചില്ല. അപ്പോൾ കറണ്ട് സംഭവങ്ങൾ ഇപ്പോഴും ഷീനിച്ചേട്ടൻ ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ്. സ്വന്തമായി കൃഷി ചെയ്തിട്ടാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ അതിൻ്റെ മാനസികവും ആരോഗ്യപരവുമായ ഗുണങ്ങൾ മെച്ചപ്പെട്ടതായിരിക്കുമെന്നും അദ്ദേഹം ഈ അവാർഡ് വാങ്ങിക്കൊണ്ട് പറഞ്ഞു. കണ്ടനാട്ടിൽ നിന്നും ഒരു സംഘം ഇസ്രയേലിൽ കൃഷിരീതി പഠിക്കാൻ പോകണമെന്നും ആ സംഘത്തിൽ അങ്ങനെ പോവുകയാണെങ്കിൽ ആ സംഘത്തിൽ ഞാനും ഉണ്ടാകുമെന്നും കൂടി ഷീനിച്ചേട്ടൻ വച്ച് കാച്ചി. ഭയങ്കര കയ്യടിയായിരുന്നു. 5 വർഷം മുമ്പ് 2 ഏക്കറിൽ കണ്ടനാട്ട് കാട് കയറി കിടന്ന കൃഷിഭൂമി ശ്രീനിവാസൻ തുടക്കം കുറിച്ച് വിഷരഹിത കൃഷിരീതി നടപ്പിലാക്കി വലിയ കൂട്ടായ്മയോടെ ഇപ്പോൾ 80 ഏക്കറിൽ ആ കൃഷി എത്തി നിൽക്കുന്നു കണ്ടനാട്ട്. വലിയ വിജയമല്ലേ? അപ്പോൾ ആലോചിച്ച് 2 ഏക്കറിൽ ഷീനിച്ചേട്ടൻ തുടങ്ങിയതാണ്. അതിൻ്റെ പിന്നാലെ ഓരോരുത്തരായിട്ട് ചേർന്ന് ഇപ്പോൾ കണ്ടനാട്ട് 80 ഏക്കർ കൃഷിഭൂമിയിൽ
രാസവളവും വിഷപ്രയോഗവും ഒന്നും നടത്താതെ പ്രകൃതിയോട് ചേർന്ന് നിന്ന് പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുന്നു. കൃഷി ചെയ്ത് ആരും തോറ്റുപോകില്ല എന്നാണ് ഷീനിച്ചേട്ടൻ പറയുന്ന കമൻറ്റ്. ഇപ്പോൾ കേരളത്തിൽ കൃഷി കുറച്ച് അഭിവൃദ്ധിപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിൽ മോശമല്ലാത്തൊരു പങ്ക് ഷീനിച്ചേട്ടനുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മുമ്പ് നമ്മൾ ഈ 10-700 സ്റ്റോർ ചെയ്തുകൊണ്ട് എനിക്ക് ഓർമ്മക്കുറവുണ്ട്. മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ള കഥയാണെന്ന് തോന്നുന്നു. ഒരു കഥ ഞാൻ പറഞ്ഞിരുന്നു എന്ന് തോന്നുന്നു. ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു സിനിമ സെറ്റിലാണ് ഈ സംഭവം നടന്നത്. ദേവനാണ് നായകൻ. അക്കാലത്തെ പ്രശസ്തനായ കോസ്റ്റ്യൂമർ കീഴില്ലം വേലായുധനാണ് വസ്ത്രാലങ്കാരം. വേലായുധൻ്റെ പ്രഥമ ശിഷ്യൻ ഒരു വാസു മങ്കരയാണ്. ചെറുപ്പക്കാരനായ നല്ല തടിമിടുക്കുള്ള വാസു മങ്കരയാണ് അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻറ്റ്. വാസു സിനിമയൊക്കെ വിട്ടിട്ട് കുറച്ചു കാലം ഗൾഫിൽ ഭാഗ്യം പരീക്ഷിക്കാൻ പോയി. പിന്നെ അവിടുന്ന് തിരിച്ചു വന്നിട്ട് സിനിമയ്ക്ക് ഓടാൻ കാറോ വാനോ എന്തൊക്കെ എടുത്ത് ഇപ്പോൾ പാലക്കാട്ട് ജീവിക്കുന്നു. എന്നെ വിളിച്ചിട്ട് കുറേ കാലമായി. എന്നാലും ഗൾഫിൽ നിന്ന് വന്ന ശേഷം എന്നെ വിളിച്ചിരുന്നു. ഞാനിങ്ങനെ പുതിയ പണി തുടങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട്. ഷൂട്ടിങ്ങിനുള്ള വേഷം ഇടുന്നതിനിടയിൽ ദേവൻ ചേട്ടൻ വാസുവിനോട് കുശലങ്ങൾ ചോദിച്ചു. പേരെന്താ? വാസു. എവിടെ വീട്? പാലക്കാട് മങ്കര. മങ്കര. ദേവന് മങ്കര അറിയില്ല. ഏത് റൂട്ടാ മങ്കര എന്ന് ചോദിച്ചു. സാറേ, OV വിജയൻ്റെ നാടാണ് മങ്കര. ഓ അത് ശരി എന്ന് പറഞ്ഞു. ഇവരുടെ വർത്തമാനം ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു ആ ചിത്രത്തിലെ നായികയുടെ അമ്മ. വാസു പറഞ്ഞ OV വിജയൻ എന്നുള്ള ആ പേര് അവരെവിടെയോ കേട്ടിട്ടുണ്ട്. കൂട്ടത്തിൽ അവരൊരു അധ്യാപിക കൂടിയാണ്. കോസ്റ്റ്യൂമെല്ലാം ഇട്ട് കഴിഞ്ഞപ്പോൾ വാസു മങ്കര പുറത്തേക്ക് പോയി. ആകാംക്ഷയുടെ നടിയുടെ അമ്മ ദേവനോട് തിരക്കി, ഈ പറഞ്ഞ OV വിജയൻ ആരാ? ദേവൻ്റെ തലയിൽ കിളി പറന്നു. അറിയില്ലേ? ഇല്ല. പ്രശസ്തനായ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ജ്യോതിഷിയാണ് OV വിജയൻ. ആണോ? ആണോന്നോ? ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിക്കുമെന്ന്. ഒന്നിലധികം പേർ കേരളത്തിൽ ചുരുക്കം കാലം മുഖ്യമന്ത്രിയാകും എന്നൊക്കെ മുൻകൂട്ടി പ്രവചിച്ച മഹാനാണ് OV വിജയൻ. കക്ഷിയുടെ നമ്പറുണ്ടോ ദേവൻ്റെ കയ്യിൽ? ഒന്ന് കാണാൻ എന്താ വഴി എന്നായി ഈ നടിയുടെ അമ്മ. ചിരി പൊട്ടി വീഴും എന്ന് തോന്നിയ ദേവൻ അതിനെ കൺട്രോൾ ചെയ്ത് നമ്പർ വാസുവിനോട് ചോദിച്ചാൽ തരും എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഓടി. കാണുന്നവരോടൊക്കെ ഈ കാര്യം പറഞ്ഞ് പൊട്ടി ചിരിച്ചു ദേവൻ. എനിക്കിപ്പോഴും അത് മനസ്സിൽ തന്നെ ഉണ്ട് ദേവൻ ചിരിക്കുന്നത്. ജനറൽ നോളജ് ഇത്രയൊക്കെ ഉള്ളന്നേ. OV വിജയൻ ആരെന്ന് പോലും അറിഞ്ഞാത്ത ഒരുപാട് ഇന്നത്തെ പുതിയ തലമുറയിൽ എത്രയോ പേര് കാണും OV വിജയൻ അറിഞ്ഞാത്ത. ഇപ്പോൾ ഫോട്ടോ കാണിച്ചിട്ട് ചോദിച്ചാൽ യൂട്യൂബർമാരാരെങ്കിലും റോഡിൽ എന്നിട്ട് OV വിജയൻ്റെ പടം കാണിച്ചിട്ട് ചോദിച്ചാൽ പറയും ചിന്മയാനന്ദൻ എന്ന് പറയും, അല്ലെങ്കിൽ അഭേദാനന്ദൻ ഇങ്ങനെ പറയും. നന്ദി, നമസ്കാരം.